ചെലവുകൾ 2019-20 വർഷത്തിൽ അനിവാര്യ ചുമതലകൾക്കായി ആകെ 22,37,500 രൂപയും ജനപ്രതിനിധികളുടെ പ്രതിമാസ ഓണറേറിയവും ആദർഭത്തെയും മറ്റുമായി 80 ലക്ഷം രൂപയും ഉൾപ്പെടെ എക്സ്ക്യൂസ്മെന്റ് ചെലവുകൾക്കായി 7,37,500 രൂപ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടന്ന ചെലവുകൾക്കായി 2,11 ലക്ഷം രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നഗരസഭാ ഓഫീസിന്റെ വൈദ്യുതി ചെലവ് ഉൾപ്പെടെ ഓഫീസ് പരിപാലന ചെലവുകൾക്കായി 3 ലക്ഷം രൂപയും വെള്ളക്കരം ഇനത്തിൽ 2 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭയുടെ വിവിധ സംരക്ഷണ ചുമതലകൾക്കായി 4.2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തെരുവ് വിളക്കുകളുടെയും മറ്റും വൈദ്യുതി ചാർജ് ഇനത്തിൽ 60 ലക്ഷം രൂപയും ഇന്ധന ചെലവ് ഇനത്തിൽ 14 ലക്ഷം രൂപയും റോഡുകളുടെയും മറ്റും അടിയന്തര പരിപാലനത്തിനായി 50 ലക്ഷം രൂപയും അഴുക്കുചാലുകളുടെ ശുചീകരണത്തിനായി 50 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പദ്ധതി ചെലവുകൾക്കായി 7,90,61,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഉൽപാദന മേഖലയിൽ 2.2 കോടിയിലധികം രൂപ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ ഉൽപാദനാവശ്യത്തിനുള്ള മരാമത്ത് പ്രവൃത്തികൾക്കായി 50 ലക്ഷം രൂപയും നെൽകൃഷിക്കായി 50 ലക്ഷം രൂപയും പച്ചക്കറി ഉൾപ്പെടെ മറ്റു കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 20 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോടുകളുടെയും കുളങ്ങളുടെയും സംരക്ഷണവും മറ്റു ജലസേചന പ്രവൃത്തികളും ഉൾപ്പെടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൽപാദന മേഖല പ്രവർത്തനങ്ങൾക്കായി 1.5 കോടി രൂപയും ചേർത്ത് ഉൽപാദന മേഖലയിൽ 5.2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തും. സേവന മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ബജറ്റ് വർഷത്തിൽ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ വിഹിതം ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് 1 ലക്ഷം രൂപയും ഗ്രന്ഥശാലകൾക്കും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്രങ്ങൾക്കും നൽകുന്നതിന് 3 ലക്ഷം രൂപയും വിവിധ കലാ സാംസ്കാരിക പരിപാടികൾക്കും പ്രോത്സാഹനങ്ങൾക്കുമായി 15 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ തൊഴിലുള്ള പ്രവർത്തനങ്ങൾക്കായി 3.45 കോടി രൂപ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്കായി 2.3 കോടി രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശുചിത്വം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾക്ക് ബജറ്റ് വർഷത്തിൽ നടപ്പിലാക്കുന്നതിനായി 96,97,600 രൂപ പ്രത്യേകം വകയിരുത്തുന്നു. ആയതിനു പുറമെ ഹെൽത്ത് ലാൻഡ് വഴി 3.2 കോടിയുടെ പ്രവർത്തനം ഈ ബജറ്റ് വർഷത്തിൽ പ്രതീക്ഷിക്കുന്നു. വനിതാക്ഷേമം 65 ലക്ഷം രൂപയും വയോജന ക്ഷേമ പരിപാടികൾക്കായി 12.7 ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗങ്ങൾക്കായി 52 ലക്ഷം രൂപയും കുട്ടികളുടെയും ഭിന്നശേഷി വിഭാഗങ്ങളുടെയും പ്രത്യേക ക്ഷേമ പരിപാടികൾക്കായി 25,34,780 രൂപയും അംഗനവാടി പോഷകാഹാര പദ്ധതിക്കായി 65 ലക്ഷം രൂപയും ഉൾപ്പെടെ സേവന മേഖലയിൽ പദ്ധതി ചെലവുകൾക്കും മറ്റുമായി 8.3 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. വഴികളുടെയും നിർമ്മാണത്തിന് 11.58 കോടി രൂപയും ഉൾപ്പെടുത്ത പശ്ചാത്തല മേഖലയിലെ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 16.3 കോടി രൂപ പ്രത്യേകം വകയിരുത്തുന്നു. നഗരസഭയിൽ നിന്നും ലഭ്യമാകേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ചെലവിലേക്കായി 24.2 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നു. മൂലധന ചെലവുകൾ പ്രത്യേക വിഭാഗത്തിൽ ചെമ്മാട് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിട നിർമ്മാണത്തിനായി 2.8 കോടി രൂപ നീക്കിവെക്കുന്നു. ബജറ്റ് വർഷത്തിലെ വാർഷിക പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ വാർഷിക പദ്ധതിയിലെ വിവിധ പ്രവൃത്തികൾ ബജറ്റിൽ പ്രത്യേകമായി ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. ആയത് റിവൈസ് ബജറ്റായി നഗരസഭാ കൗൺസിൽ അംഗീകാരത്തിനായി പിന്നീട് സമർപ്പിക്കുന്നതാണ്. ബജറ്റ് വർഷത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ: ഒന്നാമത് ഭവന നിർമ്മാണം. തിരൂരങ്ങാടി നഗരസഭയിലെ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി വിവിധ സമയങ്ങളിലായി അപേക്ഷ ക്ഷണിച്ചവരിൽ അർഹതയുള്ളതും നഗരസഭയുമായി കരാർ ഒപ്പിട്ടവരുമായ മുഴുവൻ കുടുംബാംഗങ്ങളെയും ധനസഹായം നൽകുന്നതിനാവശ്യമായ നഗരസഭാ വിഹിതം ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അംഗനവാടി മുഖേന നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പോഷകാഹാര പദ്ധതി കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇതിനായി 65 ലക്ഷം രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
അംഗനവാടികളുടെ മെയിൻ്റനൻസുകൾ ഈ വർഷം പൂർത്തീകരിക്കും. അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി സ്വന്തമായി കെട്ടിട സൗകര്യമുള്ളതും അല്ലാത്തതുമായ അംഗനവാടികളിൽ ആവശ്യമായ ഫർണിച്ചറുകളും അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. ഇതിനാവശ്യമായ തുക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ഥല സൗകര്യമില്ലാത്ത വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികൾക്ക് സ്ഥലം ലഭ്യമാക്കുന്നതിനായി നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തും. അംഗനവാടികൾക്ക് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് അത് വാങ്ങുന്നതിനുള്ള നിയമാനുസൃത തുക തനത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കും. പട്ടികജാതി വികസനം. പട്ടികജാതി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടികജാതി കുടുംബാംഗങ്ങളുടെ വീട് വാസയോഗ്യമാക്കുന്നതിന് നടപ്പ് വർഷത്തിലോ അതിനു മുമ്പോ കരാർ ഒപ്പുവെച്ച മുഴുവൻ കുടുംബാംഗങ്ങൾക്കും മാറ്റിത്തുക നൽകുന്നതിന് പുറമെ ബജറ്റ് വർഷത്തിലും ഈ പദ്ധതിയിലൂടെ ആവശ്യമായ ധനസഹായം നൽകും. പട്ടികജാതി കുടുംബാംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം വാർഡ് സഭകളും മറ്റ് യോഗങ്ങളും ചേർന്ന് ഈ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. അടുത്തത് കുടിവെള്ളം. തിരൂരങ്ങാടി നഗരസഭയിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. ഇതിന്റെ ഭാഗമായി കല്ലക്കയത്ത് പുതിയ കിണർ നിർമ്മിച്ചു. ശുദ്ധീകരണശാലയുടെ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. 3 പുതിയ വാട്ടർ ടാങ്കുകൾ പ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു. കരിപ്പറമ്പ്, ചന്തപ്പടി, കക്കാട് എന്നിവിടങ്ങളിലാണ് ടാങ്കുകൾ സ്ഥാപിക്കുന്നത്. സ്റ്റേറ്റ് പ്ലാനിൽ നേരത്തെ ലഭ്യമായ 10 കോടിക്ക് പുറമെ 14 കോടിയും അമൃത് പദ്ധതിയിൽ ലഭ്യമായ 16 കോടിയും നഗരസഞ്ചയത്തിലൂടെ തിരൂരങ്ങാടി നഗരസഭയ്ക്ക് ലഭ്യമായ 4 കോടിയും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടിയും ചേർത്ത് ആകെ 46 കോടി രൂപയിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. ഈ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിലൂടെ നഗരസഭയുടെ ഏറെ കാലത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. പ്രവൃത്തി കമ്മീഷൻ ചെയ്യുന്നതിലൂടെ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ വലിയൊരളവിൽ പരിഹരിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം. കൂടാതെ കല്ലക്കയത്തെ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി മൂയിക്കൽ ഭാഗത്തെ തടയണ നിർമ്മാണത്തിനുള്ള ശ്രമം നടത്തിവരുന്നു. CCTV സ്ഥാപിക്കൽ. നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലെ സാമൂഹ്യ ദ്രോഹികളുടെ അഴിഞ്ഞാട്ടം നിയന്ത്രിക്കുന്നതിനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ തെരുവുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ പ്രവൃത്തി നൂതന പ്രവൃത്തിയായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തും. കൂടാതെ നഗരസഭയിലെ ഘടക സ്ഥാപനങ്ങളിലും CCTV സ്ഥാപിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പുതിയ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള അപ്ഡേഷൻ വരുത്തുന്നതിനുമായുള്ള നടപടി സ്വീകരിക്കും. ആരോഗ്യം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആരോഗ്യ രംഗത്തെ ഏറെ പ്രവർത്തനങ്ങൾ നടത്താൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിലെ പ്രധാന ഭാഗങ്ങൾ ഇന്റർലോക്ക് പതിക്കുന്നതിനുള്ള നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. സ്പില്ലോവർ പ്രവൃത്തിയായി ബജറ്റ് വർഷത്തിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കും. താലൂക്ക് ആശുപത്രിയിലെയും അർബൻ PHCയിലെയും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈവനിംഗ് കോപ്പി ബജറ്റ് വർഷത്തിലും തുടരും. ഇതിനായി ഇരു സ്ഥാപനങ്ങളിലും ഫാർമസിസ്റ്റിന്റെയും താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെയും സേവനം നിലനിർത്തും. താലൂക്ക് ആശുപത്രിയിലെ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഡയാലിസിസ് സെന്ററിന്റെയും സൗകര്യം പരിഗണിച്ച് കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നടപ്പ് വർഷത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. സ്പില്ലോവറായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബജറ്റ് വർഷത്തിൽ പൂർത്തീകരിക്കും. താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് മാനേജിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിന് ആവശ്യമായ മരുന്നുകൾ വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് പുറമെ അനുബന്ധ ചെലവുകൾക്കായി ബജറ്റിൽ പ്രത്യേക തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കിഡ്നി മാറ്റിവെച്ച രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളുടെ വിതരണം നഗരസഭയുടെ കീഴിൽ നടന്നു വരുന്നു. ബജറ്റ് വർഷത്തിൽ തുടരും. ഇതിനായി വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ഹോമിയോ ഡിസ്പെൻസറിക്ക് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ലഭ്യമാകുന്ന മരുന്നുകൾക്ക് പുറമെ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികം മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രവൃത്തി ബജറ്റ് വർഷത്തിലും തുടരും. ഇതിനാവശ്യമായ തുക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആയുർവേദ ഡിസ്പെൻസറി ആശുപത്രിയായി ഉയർത്തുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇത് ലഭ്യമാകുന്നതിനായി വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആശുപത്രിയായി ഉയർത്തുന്നതിന് അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തുക വകയിരുത്തും. ബജറ്റിലെ നീക്കിയിരിപ്പ്
തുകയിൽ നിന്ന് ഇതിനാവശ്യമായ തുക കണ്ടെത്തും. ആയുർവേദ ഡിസ്പെൻസറി സർക്കാർ തലത്തിൽ ലഭ്യമാക്കുന്ന മരുന്നുകൾക്ക് പുറമെ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധിക മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ബജറ്റ് വർഷത്തിൽ സ്വീകരിക്കും. ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അതിന്റെ ഭാഗമായി പ്രത്യേക മാനേജിംഗ് കമ്മിറ്റികൾ പിരിച്ചിട്ടുണ്ട്. ചന്തപ്പടിയിലെ നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗപരിമിതർക്കുള്ള നൈപുണ്യ പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. നിലവിൽ PRCയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം നഗരസഭ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഈ കെട്ടിടത്തിൽ സ്ഥാപിച്ച ബിഹേവിയർ ഒക്യുപ്പൻസി സെന്റർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനം കാര്യക്ഷമമായി നഗരസഭയിൽ നടപ്പിലാക്കി വരുന്നു. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നഗരസഭയിലെ വീടുകൾക്ക് 5000-ഓളം വിവിധ ഇനം കമ്പോസ്റ്റുകൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ പൊതുസ്ഥാപനങ്ങളിൽ തുമ്പൂർ മൊഴിയും സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുമാലിന്യ നിർമ്മാർജ്ജന സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനായി മിനി FCFകളും പൊതു ഇടങ്ങളിൽ വേസ്റ്റ് ബിന്നുകളും ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസഭയുടെ മാലിന്യ സംസ്കരണശാലയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ ബജറ്റ് വർഷത്തിൽ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ ദേശീയ ഹെൽത്ത് ഗ്രാന്റ് ഉൾപ്പെടെ വിനിയോഗിച്ച് കൂടുതൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശാഖനീയമായി നഗരസഭയിൽ നടന്നു വരുന്നു. വാതിപ്പടി സേവനങ്ങൾ കാര്യക്ഷമമായി മാലിന്യം തരംതിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടന്നു വരുന്നു. സംസ്കരണശാലയിലെ മാലിന്യ കൂമ്പാരങ്ങൾ യഥാസമയം ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ കാര്യത്തിൽ ആവശ്യമായ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ ബജറ്റ് വർഷത്തിൽ ഏർപ്പെടുത്തും. പൊതുജനങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം, ക്ലോർറൂം, യാത്രക്കാർക്ക് ശുചിമുറി എന്നിവ ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തും. ഈ പ്രവൃത്തി ബജറ്റ് വർഷത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമം നടത്തും. നീന്തൽക്കുളം അഥവാ ജലസേചനം. നഗരസഭയിൽ നിലവിലുള്ള കുളങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും പ്രവർത്തനങ്ങൾ നടത്തും. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളും വിവിധ റോഡുകളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും സ്ഥലം ലഭ്യമായ അങ്കണവാടികളുടെ കെട്ടിട നിർമ്മാണവും നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളും ബജറ്റ് വർഷത്തിൽ പൂർത്തീകരിക്കും. ഇതിനായി തുക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി നടപ്പിലാക്കുന്നതാണ്. നഗരസഭയിൽ നിലവിലുള്ള തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തുന്നതിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കും. ഇതിനാവശ്യമായ തുക ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ ആവശ്യമായ പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിന്റെ ഭാഗമായി നടപ്പു വർഷത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിലെ വെറ്ററിനറി ഡിസ്പെൻസറി പോളിക്ലിനിക്കായി വെക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. ഡിസ്പെൻസറിയിലേക്ക് സർക്കാർ തലത്തിൽ ലഭ്യമാക്കുന്ന മരുന്നുകളുടെ കുറവ് പരിഗണിച്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധിക മരുന്ന് വാങ്ങുന്നതിനുള്ള നടപടികൾ ബജറ്റ് വർഷത്തിൽ സ്വീകരിക്കും. ആവശ്യമായ തുക ബജറ്റിൽ ഉൾപ്പെടുത്തും. അടുത്തത് കൃഷി വികസനം. കാർഷിക മേഖലയിൽ ഏറെ മുന്നോട്ട് പോകുന്നതിന് നടപ്പു വർഷം സാക്ഷിയായിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ മറ്റ് കൃഷികളും കൂടുതൽ വ്യാപിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ബജറ്റ് വർഷത്തിൽ നടത്തും. കാർഷിക മേഖലക്കായി ഉൽപാദന മേഖലയിൽ 4.3 കോടിയുടെ അധികം രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. കുടുംബശ്രീ വനിതാ വികസനം. കുടുംബശ്രീ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കായി തൊഴിൽശാലകൾ സംഘടിപ്പിക്കും. ഇതിനായി കുടുംബശ്രീക്ക് റിവോൾവിംഗ് ഫണ്ട് നൽകും. വിവിധ വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 65 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയം നവീകരണം. നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള MK ഹാജി മെമ്മോറിയൽ ഓഡിറ്റോറിയം ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പു വർഷത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്.